ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയപ്പെട്ട സ്നേഹിതരെ, വലിയ നോമ്പിൻ്റെ സമാപനത്തിലേക്ക് നാം വന്നിരിക്കുന്നു. കർത്താവിൻ്റെ 40 ദിവസത്തെ ഉപവാസവും തുടർന്ന് നടന്ന ഓശാനായും അതിനുശേഷം വിവിധങ്ങളായ കോടതികളിലൂടെ കയറി നടന്ന വിസ്താരങ്ങളും അതിനുശേഷമുള്ള കർത്താവിൻ്റെ ക്രൂശ് മരണവും മൂന്നാം നാളിലെ ഉയർത്തെഴുന്നേൽപ്പുമാണ് ഈ 50 നോമ്പിൻ്റെ ഉള്ളടക്കം. അതിനെ സ്മരിക്കുന്നതാണ്. ഇന്ന് നോമ്പിലെ 8ാം ഞായറാഴ്ചയാണ്, അഥവാ ഉയർപ്പ് ഞായറാഴ്ചയാണ്, അഥവാ ഈസ്റ്റർ ഞായറാഴ്ചയാണ്. ഈസ്റ്റർ ഞായറാഴ്ച വായിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങളാണ്. അവിടെ വായിക്കുന്നതിൻ്റെ ഉള്ളടക്കം ഇതാണ്: സബത് കഴിഞ്ഞ് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം അതിരാവിലെ മഗ്ദലക്കാരത്തി മറിയയും മറ്റേ മറിയയും കല്ലറ സന്ദർശിക്കുവാൻ ചെന്നു. യേശുക്രിസ്തുവിൻ്റെ ക്രൂശമരണത്തിന് ശേഷം 3-ാം ദിവസം, അല്ലെങ്കിൽ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ, കർത്താവിൻ്റെ കബറിങ്കൽ ചില സ്ത്രീകൾ ചെല്ലുന്ന ചിത്രമാണ് കാണുന്നത്. അതിലെ ഒരു സ്ത്രീയാണ് മഗ്ദലക്കാരത്തി മറിയം. യോഹന്നാൻ സുവിശേഷത്തിൽ ഈ വേദഭാഗം കാണാം. യോഹന്നാൻ സുവിശേഷം 19-20 അധ്യായങ്ങളിൽ ഈ കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. മഗ്ദലക്കാരത്തി മറിയ മറ്റും കർത്താവിനെ കാണാൻ അവിടെ കബറിങ്കൽ ചെന്ന ചിത്രം. അവിടെ 20-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ ഇത് കാണാം. 20-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ മഗ്ദലക്കാരത്തി മറിയ കർത്താവിനെ കാണാൻ ചെന്ന ചിത്രമുണ്ട്. ഇത് പറയുന്നതിൻ്റെ കാരണം, അത് രാവിലെ മഗ്ദലക്കാരത്തി മറിയ കല്ലറയ്ക്കൽ ചെല്ലാനുള്ള കാരണം ചില സ്ത്രീകളും ചെല്ലുകയാണ്. മറിയ കർത്താവിനെ കണ്ടതിനെക്കുറിച്ചാണ് യോഹന്നാൻ സുവിശേഷത്തിൽ പറയുന്നത്. ഈ മഗ്ദലക്കാരത്തി മറിയ മറ്റും കബറിങ്കൽ രാവിലെ പോയത് എന്തിനാണ്? അത് മനസ്സിലാകണമെങ്കിൽ യഹൂദന്മാരുടെ ശവസംസ്കാരവും തുടർന്നുള്ള ശുശ്രൂഷകളും എന്താണെന്ന് അറിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം അവസാനത്തെ ഭാഗത്ത് ഗോത്രപിതാവായ യാക്കോബിൻ്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യാക്കോബ് മരിച്ചതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, യാക്കോബ് തൻ്റെ മക്കളെല്ലാം 4 വശത്തു നിന്നും വിളിച്ചുകൂട്ടി എല്ലാവരെയും ചുറ്റും നിർത്തിയിട്ട് അവൻ മരിച്ചു. പക്ഷേ മരിച്ചതിനെക്കുറിച്ച് പറയുന്നത്, അവൻ കാൽ കട്ടിലിലെടുത്ത് വെച്ച് പ്രാണനെ വിട്ട് തൻ്റെ ജനത്തോട് ചേർന്നു എന്നാണ്. മരണം ജനത്തിൽ നിന്ന് ഉള്ളൊരു പോകലാണ്. പക്ഷേ ഇവിടെ പറയുന്നത് തൻ്റെ ജനത്തോട് ചേർന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള കുറേ ആളുകളെ വിട്ടുപിരിയുന്നുള്ള സത്യമാണ്. പക്ഷേ വിട്ടുപിരിഞ്ഞ് ഇതിനേക്കാൾ വലിയൊരു സമൂഹത്തോടുള്ള കൂട്ടിച്ചേരലാണ് മരണം. അതേക്കുറിച്ചുള്ളൊരു വിശദീകരണത്തിന് ഞാൻ സമയമെടുക്കുന്നില്ല. പക്ഷേ 50-ാം അധ്യായം തുടങ്ങുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്: യാക്കോബ് മരിച്ച ശേഷം തൻ്റെ മകനായ ജോസഫ് തൻ്റെ അപ്പൻ്റെ മുഖത്ത് വീണ് ചുംബിച്ച് കരഞ്ഞു. എന്നിട്ട് തൻ്റെ അപ്പന് സുഗന്ധവർഗ്ഗം ഇടുവാൻ തൻ്റെ ദാസന്മാരായ വൈദ്യന്മാരോട് കൽപ്പിച്ചു. അങ്ങനെ സുഗന്ധവർഗ്ഗം ഇടുവാൻ 40 ദിവസം വേണ്ടി വരും. ഇതായിരുന്നു അവരുടെ കഷ്ടം. എന്ന് പറഞ്ഞാൽ, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ 40 ദിവസം അവിടെ കബറിങ്കൽ ചെന്ന് സുഗന്ധവർഗ്ഗം ഇടുന്ന പതിവുണ്ടായിരുന്നു. അത് ഇന്നത്തെ പോലെ കബറിങ്കൽ പോയി മെഴുതിരി കത്തിച്ച് വെക്കുകയോ അല്ലെങ്കിൽ അവിടെ പുറത്തു നിന്ന് പ്രാർത്ഥിക്കുന്നതല്ല. അവർ സാധാരണ ചെയ്തിരുന്ന യഹൂദന്മാരുടെ കല്ലറ
പാറയിൽ വെട്ടിയെടുക്കുന്നതാണ് കല്ലറ. ആ കല്ലറയിൽ കുനിഞ്ഞ് അകത്തേക്ക് കയറും. അകത്തേക്ക് കയറി ആ മൃതശരീരം ഇങ്ങനെ വെക്കും. വെച്ചിട്ട് ആ ഫ്രണ്ടിലുള്ള ആ വെട്ടിയെടുത്ത വലിയ പാറ ആരോഗ്യമുള്ള 3-4 പുരുഷന്മാർ ചേർന്ന് വലിച്ച് അടച്ചു വെക്കും ആ കല്ല്. എന്നിട്ട് ഏറ്റവും പ്രിയപ്പെട്ടവർ വന്ന് 40 ദിവസം ആ കല്ലുരുട്ടി മാറ്റിയിട്ട് അവിടെ സുഗന്ധവർഗ്ഗം ഇടും. ഇതായിരുന്നു കഷ്ടം. അതുകൊണ്ടാണ് മറിയം കല്ലറയ്ക്കലേക്ക് പോകുമ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. കല്ലറയ്ക്കലേക്ക് പോവുകയാണ്, പക്ഷേ ആ കല്ല് ആരുരുട്ടി മാറ്റിത്തരും? കല്ലുരുട്ടി മാറ്റിയിട്ട് അതിനകത്താണ് സുഗന്ധവർഗ്ഗം ഇടേണ്ടത്. അപ്പോൾ ആരോഗ്യമുള്ള 3-4 പുരുഷന്മാരുമാണ് കല്ല് മാറ്റാൻ. ഇവളുടെ കൂടെ ആരുമില്ല. അപ്പോസ്തലന്മാരെല്ലാവരും പേടിച്ച് വിറച്ച് ഓരോ സ്ഥലത്ത് പോയി ഒളിച്ചിരിക്കുക. ഈ സ്ത്രീയെ നോക്കിയാലൊട്ട് കല്ലുരുട്ടി മാറ്റാൻ പറ്റത്തുമില്ല. എന്നാൽ കല്ലുരുട്ടി മാറ്റിത്തരാൻ ആളില്ല, അതുകൊണ്ട് പോകണ്ട എന്ന് വിചാരിച്ചില്ല. അവൾ വിശ്വാസത്തോട് പോവുകയാണ്. യോഹന്നാൻ സുവിശേഷത്തിൽ പറയുന്നത്, അവൾ അവിടെ ചെന്നപ്പോൾ കല്ലുരുട്ടി മാറ്റിയിരിക്കുന്നതായി കണ്ടു. ആ കല്ല് ഏറ്റവും വലിപ്പമുള്ളതുമായിരുന്നു. നമ്മുടെ ഭാരമുള്ള കല്ലുരുട്ടി മാറ്റുന്നൊരു ദൈവമുണ്ട്. അവളുടെ വലിയ ചോദ്യമായിരുന്നു, ആര് ഈ കല്ലുരുട്ടി മാറ്റിത്തരും? അവിടെ ചെന്നപ്പോൾ എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ, കല്ലുരുട്ടി മാറ്റിയിരിക്കുന്നത് കണ്ടു. അത് വലിയ കല്ലുമായിരുന്നു, ചെറിയ കല്ലല്ല. അതേക്കുറിച്ച് ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. പക്ഷേ അവിടെ നോക്കുമ്പോൾ ഈ 3 വേദഭാഗത്തും ശ്രദ്ധിച്ചാൽ കോമണായി കാണുന്ന ചില കാര്യങ്ങളുണ്ട്. കർത്താവിൻ്റെ ഉയർപ്പ്. അവൾ കുനിഞ്ഞു നോക്കി, അതിനകത്ത് നോക്കി, അവിടെ എല്ലാം അന്വേഷിച്ചു. കല്ലറ ശൂന്യമാണ്. യേശുവിനെ കണ്ടില്ല. യേശുവിൻ്റെ മൃതശരീരം കണ്ടില്ല, ഭൗതിക ശരീരം കണ്ടില്ല. അവളാകെ വെപ്രാളം പിടിച്ച് ചോദിക്കുകയാണ്. അവിടെ ഒരുത്തൻ നിൽക്കുന്നത് കണ്ടു. അവനോട് ചോദിച്ചു, തോട്ടക്കാരനാണെന്ന് വിചാരിച്ച് നീ യേശുവിനെ എടുത്തുകൊണ്ട് പോയോ? എവിടെ കൊണ്ടുപോയി? അറിഞ്ഞൂടാ. എവിടാണെന്ന് പറഞ്ഞാൽ മതി, ഞാനും എടുത്തുകൊണ്ട് വരാം. ഒരു വെപ്രാളം പിടിച്ച സ്ത്രീ, മഗ്ദലക്കാരത്തി മറിയം, അവൾ ചോദിക്കുന്ന ചോദ്യമാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കാണുന്നത്. ഇവിടുത്തെ പഠനം മഗ്ദലക്കാരത്തി മറിയെക്കുറിച്ചല്ല, യേശുവിൻ്റെ ഉയർപ്പിനെക്കുറിച്ചാണ്. അതുകൊണ്ട് അതേക്കുറിച്ച് ചില കാര്യങ്ങൾ ഓർപ്പിക്കട്ടെ. ഈസ്റ്റർ നൽകുന്ന സന്ദേശം എന്താണ്? 1, സത്യം ഒരു നാൾ ഉയർത്തെഴുന്നേൽക്കും. സത്യം ഒരു നാൾ ഉയർത്തെഴുന്നേൽക്കും. ഒരു കാലത്തും കുറച്ച് ദിവസങ്ങളൊക്കെ സത്യത്തെ മറവ് ചെയ്യാൻ പറ്റിയേക്കാം. കുറച്ച് നാളത്തേക്ക് സത്യത്തെ കബറിലടയ്ക്കാൻ പറ്റിയേക്കാം. കുറച്ച് നാളത്തേക്ക് എല്ലാ അസത്യങ്ങളും ഒന്നിച്ചുകൂടി സത്യത്തെ മറവ് ചെയ്യാൻ പറ്റിയേക്കാം. ഉപജാപക സംഘങ്ങളും അന്നത്തെ സന്നദ്ധീ സംഘങ്ങളും അന്നത്തെ പുരോഹിതന്മാരും അന്നത്തെ നേതാക്കന്മാരും ചേർന്ന് യേശുവിനെതിരായി ചെയ്ത ഗൂഢാലോചനകളും കർത്താവിനെതിരായി ചെയ്ത ധാരാളം കാര്യങ്ങളുണ്ട്. അവൻ അറിയാത്തതിനെ അവനോട് ചോദിച്ചു. അവൻ ചെയ്യാത്തതിന് അവൻ്റെ തലയിൽ വെച്ചു. ഇവൻ ദൈവദൂഷണം ചെയ്തു എന്ന് പറഞ്ഞു. അവന് മേൽ കുറ്റങ്ങൾ ആരോപിച്ചു. വിവിധ കോടതികളിലൂടെ അവനെ കയറ്റിയിറക്കി. അവിടെയെല്ലാം പറയുന്നത്, അവൻ രോമം കത്തിരിക്കുന്നതിന് മുമ്പിൽ ആടുപോലെ മിണ്ടാതെ നിന്നു. ഉരിയാടാതെ നിന്ന് അവന് പറയാനൊന്നുമില്ലാത്തത് കൊണ്ടല്ല, എല്ലാവരോട് ചേർന്ന് സത്യത്തെ ദേഷിക്കുകയാണ്. വൈരാഗ്യക്കാരായിരുന്ന ഹെറോദവും പീലാത്തോസും ഇപ്പോൾ ഒന്നിച്ചു ചേരുകയാണ്. ഒരു സത്യവാനെ ക്രൂശിക്കാൻ എല്ലാ കള്ളന്മാരും ഒന്നിച്ചു കൂടും. അതുവരെ വൈരാഗ്യത്തിലായിരുന്നവരെല്ലാം ഇപ്പോൾ ഒന്നിച്ചു കൂടുകയാണ്. എന്തിന്? നല്ല കാര്യത്തിനല്ല, കർത്താവിനെ കുരിശിൽ തറയ്ക്കാൻ. അങ്ങനെ എല്ലാവരും കുരിശിൽ തറച്ചു. എല്ലാവർക്കും ആഘോഷമായി, എല്ലാവർക്കും സന്തോഷമായി. അവർ അവനെ കബറിൽ വെച്ചു. സ്നേഹിതരെ,
ഇത് കർത്താവിൻ്റെ കാര്യം മാത്രമല്ല, സത്യത്തെ ക്രൂശിൽ തറയ്ക്കുന്നു. പക്ഷേ അതിനായുസ് വലുതായി കാണില്ല. 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും, സത്യം ഉയർത്തെഴുന്നേൽക്കും. ആര് വലിയ കല്ലെടുത്ത് വെച്ചാലും അത് ഉയർത്തെഴുന്നേൽക്കും. സത്യം പുറത്തു വരാതിരിക്കാൻ അതിൻ്റെ പുറത്ത് വെക്കുന്ന വലിയ കല്ലുകൾ ഉരുട്ടി മാറ്റപ്പെടും. ആര് തമസ്കരിച്ചാലും അത് ഉയർത്തെഴുന്നേൽക്കും. ഈസ്റ്റർ നൽകുന്ന സന്ദേശം അതാണ്. സത്യം ഉയർത്തെഴുന്നേൽക്കും. 3 നാളൊരു പക്ഷേ കബറിലിരുന്നേക്കാം. 2 അവിടെ ഓർപ്പിക്കുന്നത്, അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് കണ്ടപ്പോൾ അവിടെ കാവൽക്കാരുണ്ട്, പട്ടാളക്കാരുണ്ട്. അവസാനം അവരെയെന്ന് പറഞ്ഞു, സർ, ആ യേശുവിൻ്റെ ശരീരം കാണുന്നില്ല. അവൻ പണ്ട് ജീവനോടിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. ഇനി എന്തെങ്കിലും സംഭവിച്ചാണോ? ഭീമമായ കൈക്കൂലി കൊടുത്ത് നിങ്ങൾ പറയണം, ഞങ്ങൾ ഉറങ്ങിക്കിടന്നപ്പോൾ അവൻ്റെ ശരീരം ആരോ മോഷ്ടിച്ചുകൊണ്ടോ എന്ന് പറയണം. ഈ വേദഭാഗം പറയുന്നതാണ്. അത് യഹൂദന്മാരുടെ ഇടയിൽ ഇന്നും പാട്ടാണ്. കൈക്കൂലി കൊടുത്ത് ഒരു സത്യത്തെ മറയ്ക്കാനുള്ള ശ്രമമാണ് നടന്നത്. അന്നും ഇന്നും ഇത് നടക്കും. കൈക്കൂലി കൊടുത്ത് സത്യത്തെ മറയ്ക്കുന്ന ലോകമാണിത്. അന്നും അങ്ങനെയാണ്, ഇന്നും അങ്ങനെയാണ്. കൈക്കൂലി കൊടുത്ത് സത്യമായിട്ട് അവൻ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് അറിയാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന വേലകൾ. പക്ഷേ സ്ഥായിയായി അത് നിലനിൽക്കില്ല. അവരാകെന്ന് പറഞ്ഞു നോക്കി, അവർ ധാരാളം പ്രചരണം നടത്തി നോക്കി, അവരുടെ സ്വാധീനത്തിന് ഇത് പറഞ്ഞു നോക്കി. പക്ഷെ അതൊന്നും നിലനിന്നില്ല. അവനെ ക്രൂശിച്ചവർ ലജ്ജിച്ചു, പക്ഷേ അവൻ ഉയർത്തെഴുന്നേറ്റു. കൈക്കൂലി കൊടുത്ത് സത്യം മറയ്ക്കുന്നവരുടെ കാലം അന്നും ഇന്നും എന്നും ഉണ്ട്. എന്നാൽ സ്ഥായിയായി അത് നിലനിൽക്കില്ല എന്ന് പഠിപ്പിച്ചതാണ് ഈസ്റ്റർ. 3, അവർ ചെന്ന് ചോദിച്ചു, അവരോട് ദൂതന്മാർ ചോദിക്കുകയാണ്, നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? അവനിവിടെ ഇല്ല. യേശു ഇവിടെ ഇല്ല. എവിടെ ഇല്ല? അവൻ കല്ലറയിലില്ല. അതാണ് ക്രിസ്തുവിൻ്റെ മഹത്വം. ഉലകമഹാന്മാരുടെ കല്ലറകളിൽ അവർ ഉറങ്ങുന്നു. ലോകത്തിൽ ധാരാളം മഹാന്മാരുണ്ടായിട്ടുണ്ട്. ലോകത്തിൽ വന്ന് ധാരാളം ഉപദേശങ്ങൾ നൽകി, ധാരാളം പാഠങ്ങൾ നൽകി, ചിലപ്പോൾ പുസ്തകങ്ങൾ എഴുതി, ധാരാളം അനുയായികളെ സമ്പാദിച്ചു, ധാരാളം സുഹൃത്തുക്കളുണ്ടായി, ധാരാളം ഉപദേശങ്ങൾ നൽകി, ധാരാളം പരിഷ്കാരങ്ങൾ നൽകി. പക്ഷേ അവരൊക്കെ മരിച്ചുപോയി. അവരുടെ കബറുകളിൽ അവരുടെ ഭൗതിക ശരീരത്തിൻ്റെ അംശം ശേഷിക്കുന്നു. എന്നാൽ യേശുവിൻ്റെ ഖബർ ഇന്നും സ്ഥിതി ചെയ്യുന്നു. എന്നാൽ ഖബറിൽ അവൻ്റെ ശരീരം ഇല്ല. ഉലകമഹാന്മാർ ഖബറുകളിൽ ഉറങ്ങുമ്പോൾ ക്രിസ്തുവിൻ്റെ ശരീരം ഖബറിലില്ല. അവൻ കുറേ ഉപദേശം തന്ന് പഠിപ്പിച്ച് നയിച്ച് മരിച്ചുപോയൊരു നേതാവല്ല. അവൻ ഉയർത്തെഴുന്നേറ്റ ദൈവമാണ്. അതാണ് ഈസ്റ്റർ. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ക്രിസ്തു ഉയർക്കുന്നില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, വിശ്വാസം വ്യർത്ഥം, സകലവും വ്യർത്ഥം. അതുകൊണ്ട് ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ കാണില്ല. അവൻ ജീവനുള്ളവരുടെ ഇടയിലാണ്. അവൻ ഖബറിലില്ല. പിന്നെ അവൻ നിൻ്റെ ഹൃദയത്തിൽ വസിക്കാൻ കഴിവുള്ളവനാണ്. അവൻ നിൻ്റെ ഉള്ളിൽ വസിക്കാൻ കഴിവുള്ളവനാണ്. അവൻ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കാൻ കഴിവുള്ളവനാണ്. കാരണം അവൻ ചത്ത നേതാവല്ല, അവൻ മരിച്ചുപോയ നേതാവല്ല. നീ വിളിക്കുമ്പോൾ കേൾക്കാൻ ശക്തിയുള്ളവനാണ്.
നീ വാഹനത്തിൽ പോകുമ്പോൾ പ്രാർത്ഥിച്ചാൽ കേൾക്കാൻ കഴിവുള്ളവനാണ്. ആശുപത്രിയുടെ വരാന്തയിൽ കിടന്ന് പ്രാർത്ഥിച്ചാൽ കേൾക്കാൻ കഴിവുള്ളവനാണ്. വേദനയുടെ നടുവിൽ പ്രാർത്ഥിച്ചാൽ കേൾക്കാൻ കഴിവുള്ളവനാണ്. ആരാരുമില്ലാത്തപ്പോൾ നിന്നെ സഹായിക്കാൻ കഴിവുള്ളവനാണ്. അവൻ ജീവനുള്ള ദൈവമാണ്. ഈസ്റ്റർ നൽകുന്ന സന്ദേശം അതാണ്. അവൻ ഉപദേശം തന്ന് മരിച്ചുപോയ ഒരു നേതാവല്ല. ഏതാനും ഉപദേശങ്ങൾ തന്ന് മരിച്ചുപോയ ഒരു നേതാവിൻ്റെ ഓർമ്മയുടെ വാർഷികമല്ല ഈസ്റ്റർ. ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ സാക്ഷ്യമാണ്. അതാണ് ഈസ്റ്റർ അഥവാ ഉയർപ്പ്. വീണ്ടും നിങ്ങൾ ഒന്ന് രണ്ട് കാര്യം കൂടെ അവിടെ ശ്രദ്ധിച്ചാൽ കാണാം. യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണ സമയത്ത് അവനെ മുൾക്കിരീടം ധരിപ്പിക്കാനും അവൻ്റെ കൈകളിലും കാലുകളിലും കാരിരു ബാണി അടിക്കാനും ഒക്കെ നേതൃത്വം നൽകിയത് ഒരു ശതാധിപൻ്റെ നേതൃത്വത്തിലാണ്. പക്ഷേ അവൻ്റെ ക്രൂശുമരണ സമയത്ത് തന്നെ അവൻ്റെ ക്രൂശെങ്കിലെ വചനം കേട്ടിട്ട് അവസാനം ഇതിന് നേതൃത്വം നൽകിയവൻ തന്നെ പറഞ്ഞു, അവൻ വാസ്തവമായി ദൈവപുത്രനായിരുന്നു. അതവൻ്റെ സാക്ഷ്യമാണ്. ഉത്ഥാനം ചെയ്ത കർത്താവിനെ നീ ഇനിയെങ്കിലും ഓർത്തുകൊള്ളുക, അവൻ വാസ്തവമായി ദൈവപുത്രനായിരുന്നു. നിനക്കിതുവരെ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ലെങ്കിൽ, നിനക്കിതുവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ, നീ ഇതുവരെ യാഥാർത്ഥ്യത്തിലേക്ക് കടന്നു വന്നിട്ടില്ലെങ്കിൽ, നീ ഒരു പള്ളിയിലെ നേതാവല്ല കർത്താവ്. അവൻ ഏതെങ്കിലും ഒരു ജാതിക്കാരുടെ നേതാവല്ല. അവൻ ഏതെങ്കിലും ഒരു മതക്കാരൻ്റെ നേതാവല്ല. അവൻ ലോകത്തിന് ജീവൻ നൽകിയ ദൈവപുത്രനാണ്. അതുകൊണ്ട് അവൻ ഉത്ഥാനം ചെയ്ത ദൈവമാണ്. അവൻ കല്ലറയിൽ ഉറങ്ങുന്ന ദൈവമല്ല. അവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, യേശുക്രിസ്തുവിൻ്റെ ക്രൂശമരണത്തിന് ശേഷം സാധാരണഗതിയിൽ ഇപ്രകാരം മരിക്കപ്പെടുന്നവർ, ക്രൂശിൽ തറയ്ക്കപ്പോൾ കൊല്ലുന്നത് അന്ന് നൊട്ടോറിയസ് ക്രിമിനൽസിനെയാണ്. അങ്ങനെയുള്ളവരുടെ ഭൗതിക ശരീരം സംസ്കാരം ചെയ്യാറില്ല. അത് വലിച്ചെറിയും. പ്രായം കൂടിയ കഴുകന്മാരും ചങ്ങാലികളും അത് കൊത്തിപ്പറിച്ച് തിന്നും. പക്ഷേ യേശുവിൻ്റെ ഭൗതിക ശരീരം മാത്രം രണ്ട് നേതാക്കന്മാർ ഒടുവിൽ ചെന്ന് ആവശ്യപ്പെട്ടു, യേശുവിൻ്റെ ശരീരം ഞങ്ങൾ സംസ്കാരം ചെയ്തോളാമെന്ന്. അന്നത്തെ പൊളിറ്റിക്കൽ മിനിസ്റ്ററായിരുന്ന അരിമത്യക്കാരൻ ജോസഫും യഹൂദന്മാരുടെ നേതാവായിരുന്ന നിക്കോദിമോസും അവർ രണ്ടുപേരുടെ പറഞ്ഞു, ഞങ്ങൾ യേശുവിൻ്റെ ശവസംസ്കാരം നടത്തിക്കൊള്ളാമെന്ന്. അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്ത് ഇവർ രണ്ടുപേരും കൂടിയാണ്. യേശുവിനെ സംസ്കരിക്കാൻ കല്ലറയില്ല. യേശുവിനെ സംസ്കരിക്കാൻ സംവിധാനങ്ങളില്ല. അരിമത്യക്കാരൻ ജോസഫ് പറഞ്ഞു, ഞാൻ എൻ്റെ കല്ലറ, എനിക്കായി വെട്ടിയിരിക്കുന്ന കല്ലറയുണ്ട്, ആ കല്ലറ തോട്ടത്തിന് നടുവിലാണ്, അത് ഞാൻ യേശുവിന് കൊടുക്കുകയാണ്. അവനോട് കൂടെ ചേർന്നു നിക്കോദിമോസ്. അടക്കത്തിനുള്ള ബാക്കി സാധന സാമഗ്രികളെല്ലാം ക്രമീകരിച്ച നിക്കോദിമോസാണ്. കർത്താവിൻ്റെ പരിശുദ്ധ ശുശ്രൂഷ സമയത്ത് അവനോടൊപ്പം ചേരണമെന്ന് ആഗ്രഹിച്ചതാണ്. പക്ഷേ അവൻ മടങ്ങിപ്പോയവനാണ്. അവനിപ്പോൾ ഇനിയെങ്കിലും എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ് മുമ്പോട്ട് വന്നവനാണ്. അവർ രണ്ടുപേരോട് ചേർന്ന് യേശുവിനെ സംസ്കരിച്ചു. ഇവിടെ നമ്മളിപ്പോൾ കാണുന്ന ചിത്രം, യേശു ഇതെല്ലാം സ്വീകരിച്ചു. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ജോസഫ് കൊടുത്ത കല്ലറയും അവിടെ നിക്കോദിമോസ് കൊടുത്ത സാധനങ്ങളുമൊക്കെ സ്വീകരിച്ചു. പക്ഷേ യേശു ആ കല്ലറ തിരിച്ചു കൊടുത്തിട്ട് പോവാണ്. ആ കല്ലറ അരിമത്യക്കാരൻ ജോസഫിൻ്റെ കല്ലറ കർത്താവ് അനുഗ്രഹിച്ച് അവിടെ ഇട്ടിട്ട് പോവുകയാണ്. നാം ദൈവത്തിന് നൽകുന്ന, ദൈവകാര്യങ്ങൾക്ക് നൽകുന്നവ കർത്താവ് സ്വീകരിക്കുന്നു. പക്ഷേ ദൈവം അത് ഇരട്ടി അനുഗ്രഹിച്ച് നിനക്ക് തിരിച്ചു തരികയാണ്.
ഇന്ന് ലോകത്തിലെ ഏറ്റവും വിലപ്പെട്ട സ്ഥലമായി ഈ കല്ലറ തീരുകയാണ്. അത് ജോസഫിനെ അടക്കിയിരുന്നെങ്കിൽ ആ കല്ലറ ഒരു സാധാ കല്ലറയാകുമായിരുന്നു. അത് യേശുവിൻ്റെ കല്ലറയാണ്. ലോകത്തിലേക്ക് ഏറ്റവും വിലപ്പെട്ട കല്ലറയായി മാറി. സ്നേഹിതരെ, ഈസ്റ്റർ നൽകുന്ന സന്ദേശം, നീയും നിൻ്റെ കുടുംബവും ദൈവത്തിന് നൽകുന്ന എന്തു കൊടുത്താലും ദൈവം ഈ ലോകത്തിൽ ആർക്കും കടക്കാരനല്ല, ആർക്കും ഒന്നും കൊടുക്കാനില്ല. നീ എന്തു കൊടുത്തിട്ടുണ്ടോ അതെല്ലാം ദൈവം സമൃദ്ധിയായി തിരികെ നൽകുന്ന ദൈവമാണ് എന്ന് പഠിപ്പിക്കുന്നതാണ് ഈ ഒഴിഞ്ഞ കല്ലറ. അരിമത്യക്കാരൻ ജോസഫിൻ്റെ കല്ലറയല്ല ഇപ്പോൾ അത് കർത്താവിൻ്റെ കല്ലറയാണ്. ഈസ്റ്റർ നൽകുന്ന സന്ദേശമാണത്. വീണ്ടും ഒരു കാര്യം കൂടെ, ഉയർക്കപ്പെട്ട കർത്താവ് പറയുന്നത്, നിങ്ങൾക്ക് സമാധാനം. യേശു കർത്താവ് ക്രൂശിൽ മരിച്ചിട്ടും അവൻ കഷ്ടമനുഭവിച്ചിട്ടും ഉയർക്കപ്പെട്ട കർത്താവിന് ഇന്നും അറിയാവുന്ന ഒരേ ഒരു കാര്യം, ജനത്തിനിന്നും ആവശ്യം സമാധാനമാണ്. ഉയർക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ സമാധാനം. ഉയർക്കപ്പെട്ട ക്രിസ്തു നൽകുന്നത് ഈ സമാധാനമാണ്. പക്ഷേ ഈ സമാധാനം നൽകുമ്പോൾ തന്നെ അവൻ വേദന സഹിച്ചവനാണ്, അവൻ ഭാരം സഹിച്ചവനാണ്, ക്രൂശമരണം സഹിച്ചവനാണ്, എന്നാൽ ഉയർപ്പിൻ്റെ സന്തോഷം നൽകിയവനാണ്. ഇതാണ് സമാധാനം. ക്രിസ്തീയ സമാധാനം വേദനകളില്ലാത്തൊരു ജീവിതമല്ല. ക്രിസ്തീയ സമാധാനം രോഗങ്ങളില്ലാത്തൊരു ജീവിതമല്ല. ക്രിസ്തീയ സമാധാനം ഭാരങ്ങളില്ലാത്ത ജീവിതമല്ല. ക്രിസ്തീയ സമാധാനം ഭാരങ്ങളുണ്ട്, വേദനകളുണ്ട്, സങ്കടങ്ങളുണ്ട്, കുരിശുമരണമുണ്ട്, പ്രയാസങ്ങളുണ്ട്, അവിടെ ഒറ്റപ്പെടുത്തലുകളുണ്ട്, അവിടെ കുറ്റാരോപങ്ങളുണ്ട്, അവിടെ ന്യായവിസ്താരങ്ങളുണ്ട്, അവിടെ അവിശുദ്ധ കൂട്ടുകെട്ടുകളുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഉയർത്തെഴുന്നേൽക്കുന്നതാണ് ക്രിസ്തുവിൻ്റെ സമാധാനം. അതുകൊണ്ട് ഉത്ഥിതനായ കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഉയർക്കപ്പെട്ടവൻ്റെ സമാധാനം അതാണ്. ഒരു കാര്യം കൂടെ ഈ ദിവസം നമ്മെ ഓർപ്പിക്കുന്നു. ഉയർക്കപ്പെട്ട കർത്താവ് അവരെ ഏൽപ്പിക്കുന്നൊരു ദൗത്യമുണ്ട്. മത്തായി സുവിശേഷം 28-ാം അധ്യായം 19-20 വാക്യങ്ങൾ അതിങ്ങനെയാണ്. ഉയർക്കപ്പെട്ട കർത്താവ് പറയുകയാണ്, നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഉപദേശിച്ചും എല്ലാവരോടും എൻ്റെ ശിഷ്യന്മാരാക്കുവിൻ. ഉയർക്കപ്പെട്ടവൻ്റെ സന്ദേശം ലോകത്തെ അറിയിക്കാനുള്ള കടപ്പാട് നമുക്ക് തരികയാണ്. അതാണ് സുവിശേഷം. കർത്താവിൻ്റെ ഉത്ഥാനത്തിൻ്റെ സന്ദേശം, അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞ് നമ്മൾ എഴുന്നേറ്റ് പോകാൻ മാത്രമല്ല, അവൻ്റെ ഈ സന്ദേശം ദൈവം ജീവിക്കുന്നവനാണെന്നുള്ള സന്ദേശം ലോകത്തെ അറിയിക്കാനുള്ള ഒരു ശുശ്രൂഷ നമ്മെ അവൻ ഭരമേൽപ്പിക്കുകയാണ്. അതാണ് സുവിശേഷം. ഈ ശുശ്രൂഷ ഒന്നാമത് പറയുന്ന നമുക്ക് വിശ്വാസം വേണം. 2, നമ്മെ ഏൽപ്പിച്ച ദൗത്യമാണ്. ദൈവം ഏൽപ്പിച്ച ദൗത്യം ചെയ്യാൻ നമുക്ക് കടപ്പാടുണ്ട്. ഉയർപ്പ് നൽകുന്ന സന്ദേശം ഇതാണ്. 1, സത്യം ഒരിക്കലും മരിക്കില്ല, സത്യം ഒരു നാൾ ഉയർത്തെഴുന്നേൽക്കും. 2, കൈക്കൂലി കൊടുത്ത് സത്യം മറയ്ക്കാം എന്ന് വിചാരിക്കരുത്, അത് ഒരു നാൾ പുറത്തു വരും. 3, അവൻ കല്ലറയിലില്ല, അവൻ ജീവനുള്ളവനാണ്. അവൻ മരിച്ചവരുടെ ഇടയിലല്ല, അവൻ ജീവിച്ചിരിക്കുന്നവനാണ്. 4, അവനെ മരിച്ചവരുടെ ഇടയിൽ കാണില്ല. 5, അരിമത്യക്കാരൻ ജോസഫിൻ്റെ കല്ലറ കർത്താവ് അനുഗ്രഹിച്ച് തിരിച്ചു നൽകുകയാണ്. 6, ഉയർത്തെഴുന്നേറ്റവൻ ഏൽപ്പിക്കുന്ന ദൗത്യം ചെയ്യുവാൻ നമുക്ക് കടപ്പാടുണ്ട്. എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ഈസ്റ്ററിൻ്റെ മംഗളങ്ങൾ നേരുന്നു. ഉയർക്കപ്പെട്ടവൻ്റെ സന്ദേശം ഉൾക്കൊള്ളുവാൻ ദൈവം നമ്മെ സമൃദ്ധിയായി സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ കർത്താവിൻ്റെ ഉത്ഥാനത്തിൻ്റെ ആശംസകൾ എല്ലാവർക്കും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആമേൻ.